വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് നിങ്ങളുടെ ലൈഫ് പാറ്റേൺ മാറുന്നതെന്നുള്ളതാണ്. ശരിക്കും ഡെസ്റ്റിനിയിലുള്ള കാര്യം പലർക്കും അനുഭവത്തിൽ വരാതെ വരും. പല നെഗറ്റീവ് എനർജി കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റായ രീതി കാരണം നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ്റെ ഒരു വേരിയേഷൻ കാരണമൊക്കെ പലർക്കും ആ ഒരു ഡെസ്റ്റിനിയിലുള്ള കാര്യം അനുഭവ യോഗത്തിൽ വരാതെ പോകും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെയുള്ള റീഡിംഗ് ആണിത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണോ അല്ലെ റോങ് ആയിട്ടുള്ള കാര്യമാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതാണോ കൊണ്ടുവരുന്നത്, അതിലെന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾ വരുത്തണം, അങ്ങനെയൊക്കെയുള്ള റീഡിംഗ് ആണ്. അതറിയാൻ വേണ്ടി ഇവിടെ ഞാൻ 2 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, ആ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റീഡിംഗ് കാണാം. റീഡിങ്ങിലോട്ട് പോകാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ആദ്യത്തെ 5 കാർഡ്സ് ഞാൻ എടുക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ നല്ലതിനാണോ എന്നുള്ള കാർഡാണ് ആദ്യത്തെ 5 വരുന്നത്. നെക്സ്റ്റ് വരുന്ന 10 കാർഡ്സ് നിങ്ങളുടെ ലൈഫിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇതും വെച്ച് കമ്പയർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്, അത് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ 15 കാർഡ്സാണ് ഞാൻ ടോട്ടൽ എടുക്കുന്നത്. റീഡിങ്ങിലോട്ട് പോകാം. ഐ എം റിയലി സോറി, നിങ്ങളുടെ കാർഡ് ഷഫിൾ ചെയ്യുന്ന വീഡിയോൻ്റെ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിവിടെ ഷഫിൾ ചെയ്യുന്ന ഭാഗം ഇടാത്തത്. നിങ്ങളുടെ സ്പ്രെഡ് ഷഫിൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ കാർഡ് അറേഞ്ച് ചെയ്ത് വെച്ചത് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ആ സ്പ്രെഡ് ചെയ്യുന്ന ഭാഗം അങ്ങോട്ട് മിസ്സായിപ്പോയി. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ വന്നിരിക്കുന്ന 5 കാർഡ്സ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് 5 കാർഡ്സ് പറയുന്നത്. ബാക്കി വരുന്നത് നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വോൺസ്, സൺ, സ്ട്രെങ്ത്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ഫൂൾ. രണ്ടിലും കോമൺ ആയിട്ട് ഫൂൾ എനർജി വന്നിട്ടുണ്ട്. 2 ഡെക്കിലും ഞാൻ 2 ഡെക്കിൽ നിന്നാണ് കാർഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഡെക്കിലും വന്നിരിക്കുന്ന കോമൺ എനർജി എന്ന് പറയുന്നത് ഫൂളാണ്. രണ്ടിലും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. കാരണം ഫൂൾ എന്ന് പറയുമ്പോൾ അതിന് ഏതൊരു കാർഡ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴും അതിന് ചുറ്റിലും കാണുന്ന കാർഡ്സും കൂടി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി കറക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ഫൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫൂളും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കിങ് ഓഫ് വോൺസ്. ഇപ്പം നിങ്ങളുടെ പാഷൻ്റെ ഒരു ചോയ്സ് എടുത്തിട്ടുണ്ടാവാം. മീൻസ് നിങ്ങളുടെ കംഫേർട്ട് സോണ് വിടാനുള്ള അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവാം എന്നാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ നൈറ്റ് ഓഫ് വോൺസും സണ്ണ് നിങ്ങളുടെ ശുഭ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കംഫേർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. അതാണ് ഇവിടെ സ്ട്രെങ്ത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് എന്തും സാധ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് നടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നേ ഒക്കെ ഒരു കംഫേർട്ട് സോൺ ഉണ്ടായിരിക്കാം. മറ്റുള്ളവർക്ക് എന്തു തോന്നുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ടാലൻറ്റിനെയൊക്കെ മറച്ചു പിടിച്ചതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ മാറ്റി വെക്കുന്നതായിട്ടും ടാലൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് കണക്റ്റ് ആവാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഒരു കീഴിൽ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പല എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കുറേ പേരുടെ കളക്റ്റീവായിട്ടുള്ള, ഇതൊരു പൈൽ റീഡിംഗ് ആണെങ്കിൽ പോലും ഇത് കുറേ പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ടും വരും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. എന്നാലും ഇവിടെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ 90% ആൾക്കാർക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാഷനിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. മുന്നേയൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അവർ സെൽഫ് ലവ് തുടങ്ങിയിട്ടുണ്ട്, സെൽഫ് പ്രയോറിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലും ആ ഒരു തെളിച്ചം വരുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയെ തന്നെ നല്ല രീതിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രെങ്ത്തിലോട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ
ഇന്നർ ടാലൻറ്റും നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു കാര്യം നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം എന്നല്ല, കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഫൂളും വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മീൻസ് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവാം. അപ്പോൾ ആ ഐഡിയാസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആവേണ്ട കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്കൊരു ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. മേ ബി നിങ്ങളൊരു നെഗറ്റീവ് വൈബുള്ള ഒരാളുടെ അടുത്താണ് ഇത് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ആളുടെ ഒരു നെഗറ്റീവ് എനർജി മതി നിങ്ങളുടെ ആ ഒരു കാര്യം സക്സസ്സിലേക്ക് വരേണ്ടത് അവിടെ ഫ്ലോപ്പായി പോകാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കാത്തത് ഈ ആൾക്കാരുടെ നെഗറ്റീവ് എനർജി കൊണ്ടാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ബിക്കോസ് ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്കുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ മേലെ നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളവിടെ ഫുൾ എനർജിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. ഈ ഒരു റോല് വന്നിരിക്കുന്ന ഫുൾ എനർജി എന്ന് പറയുന്ന മീനിങ് ഇതാണ് വരുന്നത്. മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് എനർജി കാരണം നിങ്ങൾക്ക് ഐഡിയാസ് ഒന്നും ഒരു പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അവിടെ മാസ്കുലൈൻ എനർജി പ്രവർത്തിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഫെമിനൈൻ എനർജി വേണ്ട ആളുണ്ട്. ഈ സണ്ണ് കാണിക്കുന്നത് മാസ്കുലൈൻ ആണ്. ബട്ട് അത് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തെയും നിങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഉണർവിനെയാണ് കാണിക്കുന്നത്. അതവിടെ മാസ്കുലൈൻ എനർജീനെ സിമ്പിൾ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മാസ്കുലൈൻ കുറച്ച് കുറവായിട്ട് വരുന്നുണ്ട്. അത് നേരത്തെയൊക്കെ ഞാൻ റീഡ് ചെയ്യുമ്പോൾ മാസ്കുലൈൻ കുറച്ച് ആൾക്കാർക്ക് കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. ബട്ട് അത് നിങ്ങളിൽ ഇപ്പോൾ കുറഞ്ഞു വരാനുള്ള കാരണം, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി, മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഐഡിയാസും നിങ്ങൾക്ക് ഇന്നതാകണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവിയിലുള്ള പ്ലാൻ ഇതാണെന്നോ ആ ഫ്യൂച്ചർ പ്ലാനൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ ഒരു കണ്ണ് ഏവ് അതിൽ വരുന്നുണ്ട്. മീൻസ് അവരുടെ ഒരു അസൂയ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജലസി നിങ്ങൾക്ക് ശരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്ലാനൊന്നും ഫ്യൂച്ചർ പ്ലാനൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അതേ വൈബ്രേഷനിലാണ് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്യുക. അല്ലാത്തവരോട് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. മേ ബി അത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം, മാനസികമായിട്ട് ഡൗൺ ആകുന്ന രീതിയിൽ വരാം, ഇമോഷണലി എന്തിലോട്ടെങ്കിലും അറ്റാച്ച്ഡ് ആവുന്ന രീതിയിൽ വരാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിലോട്ട് കണക്റ്റ് ആവാൻ പറ്റാതെ നിങ്ങൾക്ക് മറ്റൊന്നിലോട്ട് കണക്റ്റ് ആവുന്നതിനുള്ള കാരണം ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നെക്സ്റ്റ് ഞാൻ റീഡ് ചെയ്യുമ്പം നെക്സ്റ്റ് 10 കാർഡ്സ് റീഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് റീഡ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് എന്നുള്ളത് പറയാം. ഇവിടെ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതിൽ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാഷനിൽ കണക്റ്റ് ആയിട്ട് തന്നെയുണ്ട്, പക്ഷെ ഒരു സ്ഥിരത കാണിക്കുന്നില്ല. ഒരു അഭിനിവേശം മാത്രമാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ളത്. ആ ഒരു അഭിനിവേശത്തിന് ഒരു സ്ഥിരത വന്നിട്ടില്ല. ആ സ്ഥിരത വരാതിരിക്കാനുള്ള കാരണം 2 എനർജി അവിടെ ബാലൻസായി വന്നിട്ടില്ല. ഇൻയാങ് എനർജിയിൽ ബാലൻസിങ് വന്നിട്ടില്ല. ആ ഷെയറിങ് മാറ്റുമ്പോൾ അവിടെയുള്ള നെഗറ്റീവായിട്ടുള്ള ഷെയർ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മറ്റുള്ളവരോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ വൈബ്രേഷനിലുള്ള നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോടായിരിക്കണം. അതല്ലാതെ എല്ലാവരോടും പോയി ഷെയർ ചെയ്യുമ്പം എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഇന്നതാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ ഇന്ന ആളാകണം, എൻ്റെ ഭാവി ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കത് നെഗറ്റീവ് വൈബ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അത് ഫസ്റ്റ് വന്നിരിക്കുന്നതിന് ഹെർമിറ്റാണ്. അത് കറക്റ്റ് ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിനെയാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ അവേക്കണിങ് മീൻസ് നിങ്ങളുടെ സെൽഫ് റിയലൈസേഷനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. ആ ഒരു സെൽഫ് റിയലൈസേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ജസ്റ്റിസ്. കാരണം സെക്കൻഡ് കാർഡിൽ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റും വന്നിട്ടുണ്ട്. ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലി അവേക്കണിങ് ആയ ഒരാളുടെ
ഉയർന്ന ഒരു ബോധത്തിലെത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഉണർവിലൂടെ അവിടെ മുന്നേറുന്നത്, സ്വന്തം മനഃശക്തി കൊണ്ട് മുന്നേറുന്ന ഒരാളെ, അതായത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതേസമയം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുകയും വേണം. അതേസമയം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന് ഒന്ന് മുന്നിലോട്ട് എന്താണ് നോക്കാതെ ഇന്നത്തെ ഈ ഒരു മൊമെൻറ്റിൽ ഈ സമയം നിങ്ങൾ എന്താണോ ആ ആയിരിക്കുന്നിടത്ത് നിന്ന് മൂവ് ചെയ്യാനാണ് പറയുന്നത്. മൂവ് ചെയ്യാൻ മീൻസ് മൂവ് ഓൺ ചെയ്ത് പോകാനല്ല പറയുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മനഃശക്തി കൊണ്ട് മാത്രം മുന്നേറാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പലർക്കും ഭാരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ബേർഡനായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് നിങ്ങളുടെ ഇമോഷണലി ഇംബാലൻസ്. ഈ ഒരു ഇത് കപ്സ് എനർജി ഇമോഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംബാലൻസിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട് വാട്ടർ എലമെൻറ്റ് ബാലൻസ് ചെയ്യണം എന്നുള്ള കാര്യം. അതിലാണ് നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസ് ഉള്ളത്. അപ്പോൾ അതൊരു ബാലൻസിലോട്ടേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മിസ്സിങ് ഫീൽ പോകും. ഇവിടെ കംപ്ലീറ്റ് മിസ്സിങ് ഫീലാണ് വന്നിരിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിലായിരിക്കാം എന്തോ ഒരു മിസ്സിങ് ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ മിസ്സിങ് ഫീലാണ് ശരിക്കും നിങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആക്കുന്നത്. എപ്പോഴും മറ്റുള്ള ഒന്നിൽ പോയി കണക്റ്റ് ആകുമ്പോഴാണ് നമുക്കവിടെ മിസ്സിങ് ഫീൽ വരുന്നത്. നമുക്ക് അവരില്ലാതെ പറ്റില്ല, ഇന്നതില്ലാതെ പറ്റില്ല. ആ പറ്റില്ല എന്നുള്ള തോന്നൽ അവിടെ കോ ഡിപ്പെൻഡൻസിയാണ് വരുന്നത്. ആ കോ ഡിപ്പെൻഡൻസിയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഏത് മിസ്സിങ് ഫീലിലും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളതാണ്. അതില്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ കണക്റ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ആ സെൽഫ് റിയലൈസേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അവിടെ അത് മനസ്സിലാക്കിയിട്ട് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഹെർമിറ്റാണ് കാണിക്കുന്നത്. അതുപോലെ ചാരിയറ്റും അതുപോലെ 2 ഓഫ് കപ്സും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മ്യൂച്വൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ടാകണം. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ടാവണം. ബട്ട് ഇവിടെ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല, നിങ്ങളുടെ ഈഗോ ആണ് വർക്കാവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എംബ്രറും കിങ് ഓഫ് വോൺസും കാണിക്കുന്നത് ഈഗോ ആണ്. പല കാര്യത്തിലും നിങ്ങൾക്ക് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കുന്നതിലൂടെ മാത്രമാണ് നിങ്ങളുടെ പൂർണ്ണത എന്നായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പൂർണ്ണത ആ വ്യക്തിയെ സ്വന്തമാക്കി കഴിയുമ്പോഴാണ് ഉള്ളതെന്നായിരിക്കും നിങ്ങളുടെ ധാരണ. അതല്ല, അവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് പൂർണ്ണത കൈവരണം. കാരണം അതാണ് റിയൽ ആയിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. നമുക്ക് അവരെ എന്താണോ അവരെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. അവർക്ക് നിങ്ങളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് താല്പര്യമില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങൾക്ക് അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് വരുന്നത്. അനിരുപാധികമായിട്ടുള്ള സ്നേഹം അതവിടെ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമ്മളിലോട്ട് കണക്റ്റ് ആവുക. അല്ലാതെ സ്വന്തമാക്കുക എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും വസ്തുക്കളായാലോ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വന്തമാക്കിയാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത ഉണ്ടാവൂ എന്നുള്ളിടത്ത് ഈഗോ ആണ് വർക്കാവുന്നത്. അതായത് ഈഗോ കംപ്ലീറ്റ് അവിടെ ഈഗോ മാത്രമാണുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങളൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണുള്ളത്. എംബ്രറും കിങ് ഓഫ് വോൺസും കാണിക്കുന്നത് അത് തന്നെയാണ്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. എംബ്രറാണ് ഇവിടെ ഈഗോയിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈഗോയിസ്റ്റിക് ആവരുത് എന്നുള്ളതാണ്. കാരണം ഈഗോ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതിനേക്കുള്ള ഒരു ബ്ലോക്കാണ്. ഇവിടെ ഹെർമിറ്റ് എനർജി കാണിക്കുന്നത് അതാണ്. ഹെർമിറ്റിന് താഴെ തന്നെയാണ് എംബ്രർ വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങളുടെ ഈഗോടത്ത് സംഭവിക്കുന്നത് അവിടെ മുതലാണ് നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ വരുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നത്. ആ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബാലൻസ് ആകും. ഇപ്പം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ആ സ്റ്റെബിലിറ്റി ഇല്ലായ്മയ്ക്ക് കാരണം ഈ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണോ ആ ഒരു നിങ്ങൾ സെൽഫ് റിയലൈസേഷൻ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു ജോലി ഒരു ഓഫർ വരും. ആ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു ജോലിയായിരിക്കും. പല വഴികളിലൂടെ തന്നെ നിങ്ങൾക്ക് പല ഡോർ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നത് ഇമോഷനാണ്. അത് നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയിൽ എത്തുക എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കിങ് എന്ന് പറയുന്നത് ആരോടും അധികം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. എന്നാൽ അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നേ ഉള്ളൂ. അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് പറയുന്നത് അവിടെ മോശം കാര്യമല്ല, അത് ഏറ്റവും നല്ല കാര്യമാണ്. അവനിൽ കണക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്നിൽ പോയി കണക്റ്റ് ആകുമ്പോഴാണ് അവിടെ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ബ്ലോക്കാണ്. അത് ആർക്കായാലും ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു കിങ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നെന്ന് തോന്നുമ്പോൾ അവിടുന്ന് ഓൺ ദ സ്പോട്ട് എസ്കേപ്പ് ആകുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. പിന്നെ അവിടെ നിൽക്കില്ല. എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു
ഇമോഷനിൽ നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കിങ് ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് അവിടെ ചെയ്യുകയും ചെയ്യും. കിങ്ങിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ എംബ്രർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബട്ട് എംബ്രറിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബട്ട് ഈഗോയിസ്റ്റിക് ആണ്. ബട്ട് ഇവിടെ കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബട്ട് ഈഗോയിസ്റ്റിക് അല്ല. അവിടെ ഒരു കിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ആളവിടെ ചെയ്യും. അതായത് ഇമോഷണലി എല്ലാവരിൽ നിന്നും ഡിസ്കണക്റ്റ് ആവണം, നിങ്ങളിൽ കണക്റ്റ് ആവണം. എന്നിട്ട് ആരോടും ഒരു വിദ്വേഷമോ ഒന്നും വെക്കാതെ എല്ലാവരെയും നിരുപാധികമായിട്ടുള്ളൊരു സ്നേഹം, ആ നിരുപാധികമായിട്ടുള്ള സ്നേഹത്തിനെയാണ് ഇവിടെ 2 ഓഫ് കപ്സ് കാണിക്കുന്നത്. അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അവരോട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളോട് കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ആദ്യം കീപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് ബാക്കി വരുന്നത്. നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്, ഒരിക്കലും നാശമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരിക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ട് പിന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ സ്ട്രെങ്ത്തിൽ തന്നെയാണുള്ളത്, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതൊക്കെ തരണം ചെയ്യാനും ഇതൊക്കെ നിങ്ങൾക്കൊരു ലെസൺ ലേൺ ചെയ്യാൻ യൂണിവേഴ്സായിട്ട് തന്നതാണ് എന്നൊക്കെയുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബോധം വന്നത് തന്നെയാണ് ഫസ്റ്റ് കാലം സ്ട്രെങ്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല സെക്കൻഡൊക്കെ എടുത്തപ്പോഴും സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെങ്ത് വന്നിരിക്കുന്നത് മീൻസ് ഈ ഒരു ഫുൾ കാർഡ് ഇവിടെ കാണിക്കുന്നത് കംപ്ലീറ്റ് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ സറണ്ടർ ചെയ്യാന്ന് ചോദിച്ചാൽ ഈഗോ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈഗോ നിങ്ങൾക്ക് ബ്ലോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഫുൾ കാർഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഒരു കാർഡ് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് മാത്രമല്ല പറയാം, ആ മീനിങ് മറ്റുള്ള കാർഡ്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഓവറോൾ എനർജി നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കാർഡും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുൾ കാർഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വന്നിരിക്കുന്നത്. ബട്ട് സ്ട്രെങ്ത് ഇവിടെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങളെ ഒരു സ്ട്രെങ്ത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ആ തിരിച്ചറിവിന് നിങ്ങൾക്ക് ചെറിയ ബ്ലോക്ക് ഉണ്ട്. അത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഈഗോ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ ഉണർവ് സംഭവിക്കുന്നുള്ളൂ. ഇവിടെ ഉണർന്നവർ തന്നെയാണ്, ബട്ട് എന്നാലും കുറേ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയിൽ നിൽക്കാൻ പറ്റും. അതായത് എല്ലാറ്റിൽ നിന്നും ഡിസ്കണക്റ്റ് ആയിട്ട് മീൻസ് അവിടെ കംപ്ലീറ്റ് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ നേടുകയാണ് ചെയ്യുന്നത്. എന്ത് നേടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ നേടുന്നത്. നിങ്ങളെ നേടുന്നതിലൂടെ നിങ്ങൾക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും, വ്യക്തികളായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ നേടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നേടാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ്. നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ 5 കാർഡ്സ് ഞാൻ ആദ്യം എടുക്കുന്നത് നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയാണ്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും മാറ്റം നിങ്ങൾ വരുത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം 10 കാർഡ്സ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുന്നത്, സക്സസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം കാർഡ്സ് നോക്കാം. Seven of Swords, Ace of Cups, 6 of Wands, 3 കാർഡ്സ് വന്നിട്ടുണ്ട്. World, 5 of Swords, 2 of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. Queen of Cups,
Knight of Wands, 10 of Wands, Knight of Pentacles, High Priestess, Ace of Pentacles, Eight of Swords, Two of Pentacles, Page of Cups, Four of Pentacles, ബോട്ടം ഓഫ് ദ ഡെക്ക് 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് സെലക്ട് ചെയ്തവരേക്കാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. 7 ഓഫ് സോഡ്സ് മീൻസ് എന്തൊക്കെയോ ചീറ്റിംഗ് സംഭവിച്ച് അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റാത്ത ആൾക്കാരെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിലോട്ടേക്ക് കണക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു തരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനോ അതിലോട്ടേക്ക് കടക്കാനോ പറ്റുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോകത്തോട്ട്, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്തോട്ടേക്ക് കണക്റ്റ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഓവർഫ്ലോ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഒന്നിലും നിങ്ങൾക്ക് ശ്രദ്ധയില്ല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് തടസ്സങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നിനെക്കുറിച്ചിട്ടും ഇല്ല. ഐഡിയ ഇല്ല എന്നല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലൈഫ് കൊണ്ടുവരണമെന്നും നല്ലൊരു ഹാപ്പിനെസ് കൊണ്ടുവരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴും ആരെയൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. മീൻസ് എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഒരാൾ വരുന്നോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഈ ഉപേക്ഷിച്ച് പോയ വ്യക്തി തിരിച്ചു വരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് നിങ്ങളൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരിൽ ഡിപ്പെൻഡഡ് ആയി നിന്നിട്ടാണ് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതായത് അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ബ്ലാക്ക് മാജിക് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ബ്ലാക്ക് മാജിക് നിങ്ങളെ ഒന്നിനും സമ്മതിക്കുന്നില്ല. എത്ര നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഒരു സക്സസ് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളെ ഒരു ഫെയിലിയർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ചെയ്യുന്ന കാര്യമൊക്കെ പകുതിക്ക് വെച്ചിട്ട് ഫ്ലോപ്പായി പോവുക, പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക. അതുമാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുക, അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റാതെ നിൽക്കുക. ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടും തിരിച്ചു വരുന്നില്ല. ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അതിൽ സഫർ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ സെൽഫ് പ്രയോറിറ്റി കുറച്ച് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷേ അതിവിടെ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി സ്റ്റക്ക് ആവുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ബ്ലോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനർജി ഒരു വൂണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു കാർഡ് മാത്രമല്ല, ക്യൂൻ ഓഫ് കപ്സ്, പിന്നെ ഹൈ പ്രീസ്റ്റസ്, പിന്നെ 8 ഓഫ് സോഡ്സ്, പിന്നെ 10 ഓഫ് വോൺസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാർഡ്സൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ഫെമിനൈൻ എനർജീനെ നെഗറ്റിവിറ്റിയിലോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഫെമിനൈൻ എനർജി നെഗറ്റിവിറ്റിയിലേക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ് സംഭവിക്കുന്നതും ഇമോഷണൽ ഇംബാലൻസ് വരുന്നതും മറ്റുള്ള വ്യക്തിയിൽ, ആ ഒരു ഉപേക്ഷിച്ച് പോയ വ്യക്തിയിൽ, അല്ല ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തിയിൽ കണക്റ്റായി നിന്ന് ഇന്നും അതിൽ നിന്ന് സഫർ ചെയ്യുന്നതും അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റാതെ അതിൽ തന്നെ ഹാങ് ആയി നിൽക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഡേ ബൈ ഡേ ഈ വ്യക്തിയോട് നിങ്ങൾക്ക്
ഓവർഫ്ലോ ആയിട്ടുള്ള സ്നേഹമാണ് വരുന്നത്. എത്ര തന്നെ നിങ്ങൾ വെറുക്കാൻ ശ്രമിച്ചാലും, വെറുക്കാൻ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നുണ്ടാവാം, നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ടാവാം, എനിക്ക് ഈ വ്യക്തി ഇനി വേണ്ട, ഞാൻ ഉപേക്ഷിച്ചു, ഇനി എനിക്ക് ഈ വ്യക്തി ആരുമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഈ വ്യക്തിയോടുള്ള സ്നേഹം കൂടി 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 വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ കുറച്ചുകൂടി കൂടി എന്ന് പറയാനുള്ള കാരണം അത് കൂടുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഒരു ഗ്രോത്തും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒട്ടും തന്നെ ഇല്ല. ഇവിടെ മിസ്സിങ് എനർജി മാത്രമാണ് കാണിക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫസ്റ്റ് 5 കാർഡ് ഞാനിവിടെ ഫുള്ളായിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കാർഡ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല റീഡ് ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് സ്പ്രെഡ് ചെയ്തവർക്ക് ആദ്യത്തെ 5 കാർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ഈ എനർജി കംപ്ലീറ്റ് നിങ്ങളെ വല്ലാതെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. ഇപ്പോഴും പലതിലും ഹാങ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഈ ടോട്ടാലിറ്റി റീഡ് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ എനർജി റീഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് വോൺസും വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ആരെയോ മിസ് ചെയ്യുന്നുണ്ട്. ഈ മിസ്സിങ് വരുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ബ്ലോക്ക്. അവരിലും അങ്ങനെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് പൈലിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഇത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ മിസ്സിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വോൺസ് വന്നിരിക്കുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ആരോ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരിത്, ആരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരും ആരെയും രക്ഷിക്കാൻ വരില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിലോട്ട് കണക്റ്റ് ആവാൻ തുടങ്ങുന്നത് ആ ഒരു സമയമാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പുതിയൊരു തലത്തിലോട്ടേക്ക് മാറ്റം വരുത്താൻ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിന് ശേഷം മാത്രമാണ്. അപ്പം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നല്ല രീതിക്ക് നെഗറ്റീവ് എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഈ എനർജി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് മാറ്റിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരൂ. കാരണം ആ ഒരു എനർജി അവിടെ ഉള്ളിടത്തോളം അത് ബ്ലാക്ക് മാജിക് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു എനർജി അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ശ്രമിച്ചു കഴിഞ്ഞാലും അത് പകുതിക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. അത് ജോലിക്കാര്യത്തിലാണെങ്കിലോ റിലേഷൻഷിപ്പിലാണെങ്കിലോ ലൈഫിൻ്റെ ഏത് ഏരിയയിലും, അത് ഹെൽത്ത് വൈസ് ആണെങ്കിലും ഏത് ഏരിയയിലും നിങ്ങൾക്കത് നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയും നിങ്ങളെ സക്സസ് ആവാൻ സമ്മതിക്കുന്നില്ല. ഒന്നിൻ്റെയും കംപ്ലീഷൻ അവിടെ ഉണ്ടാവുന്നില്ല. എല്ലാം ഇവിടെ 5 ഓഫ് വോൺസ് ആണ്, 5 ആണ് നമ്പർ. അപ്പോൾ എല്ലാം അതിൻ്റെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആവുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം തുടങ്ങേണ്ടത് ബ്ലാക്ക് മാജിക്കൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ പോയിട്ട് മാറ്റേണ്ട ഒരിതാണ്. കാരണം അത്രയും ഒരു ഇഫക്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു എനർജി അത്രയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഈ ഒരു എനർജീൻ്റെ ഇൻഫ്ലുവൻസിലാണുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ എനർജിയിലോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. കംപ്ലീറ്റ് ഈ എനർജീൻ്റെ ഇൻഫ്ലുവൻസിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിൽക്കുന്നുണ്ട്, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഈ ബ്ലാക്ക് മാജിക്ക് തന്നെയാണ്. സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കാര്യത്തിലും സ്റ്റെബിലിറ്റി വരുന്നില്ല. ഇവിടെ മാറ്റം വരുത്തേണ്ട കാര്യം, ആദ്യം തുടങ്ങേണ്ടത് നിങ്ങളുടെ ബ്ലാക്ക് മാജിക്ക് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബ്ലാക്ക് മാജിക്ക് ഇത് ഉള്ളിടത്തോളം സ്റ്റക്ക് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ തന്നെ നല്ലൊരു ബുദ്ധിമുട്ട്, അതായത് ശരീരത്തിൽ ഭയങ്കര ഹെവിനെസ്, എപ്പോഴും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, മാനസികമായിട്ടുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇതൊക്കെ മറ്റുള്ളവരുടെ മുന്നിലാണ് നമ്മൾ ഇതൊക്കെ പ്രകടിപ്പിക്കുക. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഹെവിനെസ്, അത് ശാരീരികമായിട്ടുള്ള ഹെവിനെസ് ആണെങ്കിലോ മാനസികമായിട്ടുണ്ടാവുന്ന ഹെവിനെസ് ആണെങ്കിലോ നമ്മളത് മറ്റുള്ളവരോടാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അവിടെ പ്രോബ്ലം വരുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് കാണിക്കുന്ന അതാണ്, 5 ഓഫ് സോഡ്സും 2 ഓഫ് കപ്സും. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാം കിട്ടേണ്ടതാണ്. ബട്ട് അത് അവിടെ തടസ്സമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് എനർജി മാത്രമല്ല, ഈ എനർജി നിങ്ങൾക്കുള്ളിൽ ഫ്രസ്ട്രേഷൻ ആയിട്ട് പുറത്ത് വരുമ്പോൾ അത് മറ്റുള്ളവരിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ മാറ്റിക്കഴിയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വരുന്നത് റിലേഷൻഷിപ്പിലെ സ്റ്റെബിലിറ്റി അല്ല,
ആദ്യം നിങ്ങൾക്ക് വരുന്നത് ജോലിക്കാര്യത്തിലെ സ്ഥിരതയാണ്. പുതിയൊരു ജോലിയിലേക്ക് കടക്കുന്ന, ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിച്ച് പുതിയൊരു ജോലി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് ആദ്യം വരുന്ന മാറ്റം. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുമ്പോൾ ഇതാണ് ആദ്യം നിങ്ങളിലേക്ക് വരുന്നത്. അതിന് ശേഷമാണ് ഫിനാൻഷ്യലി ബാലൻസ് വരും. സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ അത് മൂവ് ആകാൻ തുടങ്ങും. അവിടെ നിന്ന് മുതൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബാലൻസ് വരും. ബാലൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു ജോലിയിലേക്ക് കണക്റ്റ് ആവാൻ പറ്റും. പുതിയൊരു ജോലി എന്ന് പറയുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി തന്നെയായിരിക്കും. ഒരു ജോലിയല്ല, കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പല ഡോറ് നിങ്ങൾക്ക് ഒരുമിച്ച് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് നിങ്ങളുടെ ഫിനാൻഷ്യലി ഗ്രോത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ വരുന്നതാണ് റിലേഷൻഷിപ്പ്. ഈ മിസ്സിങ് എനർജി ഒന്ന് മാറ്റാൻ നോക്കുക. ആരെയും പ്രതീക്ഷിക്കാതിരിക്കുക. കോ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. അവനവനിൽ കണക്റ്റ് ആവാൻ നോക്കുക. അവനവനിലെ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. അതിവിടെ ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നതാണ്. ഹൈ പ്രീസ്റ്റസ് ഇവിടെ നെഗറ്റീവ്, 2 തരം എനർജി ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നുണ്ട്. ഒന്ന് നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെയും കാണിക്കുന്നുണ്ട്, അതേസമയം നിങ്ങളുടെ എനർജി ഇംബാലൻസിങ്ങിനെയും കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആ സ്പിരിച്വൽ ഗ്രോത്തിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ഹൈ പ്രീസ്റ്റസ് ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്തും വരാനുണ്ട്. ഈ സ്പിരിച്വൽ ഗ്രോത്ത് വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി ബാലൻസിങ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ ചെറിയ രീതിക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി, നിങ്ങളുടെ ടാലൻസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ എനർജി കുറച്ച് ഗ്രോത്ത് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.